ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറി കേട്ടപ്പാ ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് സ്റ്റോറിക്ക് പോവാം. നമ്മൾ ഷുഗ ഒരു സിംഗറാണ്. അത് സിംഗർ പറഞ്ഞ റൈറ്റർ, സിംഗർ, അതെ, ഒരു ബിസിനസ്മാൻ. അതെ, സിംഗർ പറഞ്ഞ പാടുന്ന ഒരാളാണ്. പാട്ട് നല്ലതായിട്ട് പാടും, അതുമാത്രം ഫേമസ് ആണ്. നമ്മൾ കഥനായകി ഒരു ഇന്ത്യൻ ഗേളാണ്. ഇന്ത്യൻ ഗേൾ ഡോക്ടറാണ്. ഓക്കെ, ഷുഗർക്കും നമ്മളെ ഹീറോയ്ക്ക് എങ്ങനെ ലവ് സ്റ്റോറി സ്റ്റാർട്ടാകുന്നത് നമുക്ക് സ്റ്റോറിക്ക് പോവാം. ശരി, ഓക്കെ. ഷുഗർക്ക് ഓൾറെഡി മാരേജും ആയിന്, ഒരു ഗേൾ ബേബി ഉണ്ട്. ഓക്കെ, മിയ എന്ന പേരാ ഗേൾ ബേബീൻ്റെ. നമ്മൾ ഹീറോയിനെ നോക്കാം. ഇപ്പോൾ ഹീറോയിൻ ലേറ്റായി. അയ്യോ ലേറ്റായിരുന്നു. അമ്മ എണിച്ചോ? എണിച്ചമ്മ, എനിക്ക് ലേറ്റായി, ഞാൻ പോവാം. നിക്കടി അമ്മ, ലേറ്റായി. ഇല്ല, അച്ഛൻ അറിഞ്ഞാൽ അച്ഛൻ ഒക്കെ പറയും. അങ്ങനെ പറയുമ്പോൾ ബായ് അമ്മ എന്ന് പറഞ്ഞു. എന്നാ അമ്മ, എന്നാ ഫുഡ് കൊണ്ടുപോകും. ഇല്ല, അച്ഛനെ ഫുഡ് ലേറ്റായി പറയായിരുന്നു. ഇല്ലമ്മ, ഡോക്ടർ പോയ ശേഷം നെക്സ്റ്റ് ഡോക്ടർ ഞാനാ. ഈ ടൈമിൽ ഞാൻ പോയേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് ഹീറോ ഓടിപ്പോയായിരുന്നു. ഇവളെ കാര്യം ഞാനായിട്ട് കാർ ഡ്രൈവ് ചെയ്തിട്ട് ഹോസ്പിറ്റലിൽ എത്തി. അതെ, ഹോസ്പിറ്റൽ പറഞ്ഞ് നമ്മളെ പ്രിയൻ്റെ ഹോസ്പിറ്റൽ സ്വന്തം ഹോസ്പിറ്റലാണായിരുന്നു. പ്രിയൻ്റെ അച്ഛൻ അവിടെ ഇങ്ങനെ ഡോക്ടറാണ്. അതെ, അവിടുത്തെ എം ഡി പറഞ്ഞ അവിടുത്തെ ചെയർമാൻ മതി. അതവിടെ ഒരു ഡോക്ടറുണ്ട്. അത് മാത്രം ഹീറോയും ഡോക്ടറാണ്. ഹീറോയും ഓടി വന്നായിരുന്നു. അവിടെ ഒരു ഹീറോയിൻ നടുവിൽ കൈ വെച്ചിട്ട് ഹീറോയിൻ മുറിച്ച് നോക്കുമായിരുന്നു. സോറി അച്ഛാ, ലേറ്റായി. സോറി, ഇത് അമ്മ ഫുഡ് തന്നിട്ടുണ്ട്. ശരി, ഓക്കെ, സ്നാക്കും തന്നിട്ടുണ്ട് അച്ഛാ. വാ എന്ന് പറയുന്നു. ആരാ ഇത്? പ്രിയാണോ വന്നത്? അതെ ആൻറ്റി. ആൻറ്റിക്ക് എങ്ങനെയുണ്ട് ആൻറ്റി? വീട്ടിലെല്ലാം എങ്ങനെയുണ്ട്? എന്ത് പറഞ്ഞിട്ടുണ്ട് പ്രിയ? എല്ലാം നന്നായിട്ടുണ്ട്. എന്നാ ഡോക്ടർ പറയായിരുന്നു. ഡോക്ടർ വലിയ ഡോക്ടറായിരുന്നു ഹീറോയുടെ അച്ഛൻ. വാ, ഒരു സീരിയസ് പേഴ്സൺ വന്നിട്ട് വാ നമ്മ പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിട്ട് ഒരു റൂം പോയത്. ആ റൂമിലാണ് ഫാഷൻ ഐസ് റൂം എന്ന്. അങ്ങനെ ആ പ്ലേസിലേക്ക് പോയിരുന്നു. അത് അവിടെ ഫാഷനൊക്കെ സീരിയസ് ആയിരുന്നു. ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റൂമൊക്കെ പോയിരുന്നു ഹീറോയിൻ. എപ്പോൾ നോക്കി ഇത് ഞാൻ പണ്ട് ഡോക്ടർ പഠിച്ചതാ. ഓപ്പറേഷനും ഡെലിവറി എല്ലാത്തിനും കാരണം ഞാൻ പോണോ? എനിക്കിഷ്ടമില്ല. ഈ അച്ഛൻ പറഞ്ഞ് കേൾക്കില്ല. എനിക്ക് ഫാഷൻ ഇഷ്ടമാണ് പറയായിരുന്നു. ഈ അച്ഛൻ എന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞ് എന്നെ ഡോക്ടർ പഠിപ്പിച്ച്. ഞാനൊരാ നല്ല പാട്ട് സിംഗറെ കല്യാണം കഴിക്കാനിരിച്ചു പോയി. ഈ അച്ഛൻ പടിയെന്നിരിക്കായിരുന്നു. വൺ സൈഡ് ലവ് ചെയ്ത് എല്ലാം കഷ്ടം. ആ സിംഗർക്ക് ഓൾറെഡി മാരേജായി. അതൊക്കെ എങ്ങനെ കൊറിയൊക്കെ പോകാൻ പറ്റൂ എന്ന് ഹീറോയിൻ സാഡായിരുന്നു. ആണ് ഹീറോയിൻ്റെ ഫ്രണ്ട് കളിയാക്കായിരുന്നു. എടി, സിംഗർ ഒരു ഗേളിനെ ലവ് ചെയ്ത് മാരേജ് കഴിച്ചടി, അവന് എനിക്ക് കിട്ടില്ല എന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് കളിയാക്കായിരുന്നു. പ്രിയക്ക് ടെൻഷനായിരുന്നു. പറഞ്ഞേക്കടി, നീ എനിക്ക് അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഹീറോയ്ക്ക് കടുപ്പായിരുന്നു. ശരിടി, നീ ടെൻഷൻ ആക്കണ്ട, വാ നമ്മ പോവാ എന്ന് പറഞ്ഞ് ഹീറോയിന് സമാധാനമൊക്കെ പോയായിരുന്നു. ഇത് ഫ്ലാഷ് ബാക്ക് ഓർക്കായി ഹീറോയിൻ മനസ്സിൽ പൊട്ടി കയറിയായിരുന്നു. ഹീറോ പറയായിരുന്നു, നീ ഡോക്ടറെ പഠിക്കണം. ഇല്ല, ഞാൻ മാരേജ് കഴിച്ച് കൊടുക്കും. അതിനു മുമ്പ് ഡോക്ടറെ പിടിക്കാമെന്ന് ഹീറോയിൻ ഡോക്ടർ പഠിച്ചതാണ്. ഇതാണ് ഹീറോയിൻ്റെ ഫ്ലാഷ് ബാക്ക്. അത് ഹീറോയിൻ വൺ സൈഡ് ലവ് ചെയ്ത് വേറെ ആരില്ല, നമ്മുടെ ഷുഗറായിരുന്നു. ഷുഗറിനെ ഹീറോയ്ക്ക് ഭയങ്കര പിടിക്കും. അതിനായിട്ട് സിംഗിങ് സോങ്സ് അല്ല, ഷുഗർ പറഞ്ഞ ഒരു ആക്ടറാണ് സിംഗർ. അതുപോലെ ഷുഗറിനെ ഹീറോയ്ക്ക് ഭയങ്കര പിടിക്കുമായിരുന്നു. ഇപ്പോൾ ഒരു ബിസിനസ്മാൻ എങ്ങനെയും കറക്റ്റ് ചെയ്യാൻ പറ്റൂ. മാരേജ് കഴിഞ്ഞു, ഇപ്പം ബേബി ഉണ്ട് കേട്ടിട്ടുള്ളൂ. അത് കേട്ട് ഹീറോയിൻ്റെ മനസ്സ് ഒടച്ചു പോയിരുന്നു. ഏത് ചെയ്യാൻ അറിയാതെ ഹീറോയിൻ ഭയങ്കര കരിയായിരുന്നു. എന്ന് കരുതിയിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് മണ്ടിക്കൊരു അടി വെച്ചു. എന്താ ഫേസ്ബുക്ക് ഓർക്കുന്നതാണോ? എല്ലാത്തും കാരണം ഒരാശിച്ച് നീയാണ്. റോസ് പറയായിരുന്നു. ഇനിയടി ഇങ്ങനെ ടെൻഷനാണ് പൂജ എന്ന് പറയുന്നത്. ഇവൾക്ക് വേറെ പണിയില്ല, വാ നമ്മ പോവാ എന്ന് പറഞ്ഞു രണ്ടുപേരും കണ്ടെങ്കിൽ പോയായിരുന്നു. ഞങ്ങളുടെ പ്രിയ ഭയങ്കര കരിയായിരുന്നു. അവിടെ ഒരു ചെക്കനുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രിയയുടെ പുറകെ നടക്കുന്ന ഒരു ചെക്കനായിരുന്നു അവിടെ ഹോസ്പിറ്റൽ ജോലി ചെയ്യുന്നത്. അയ്യോ, ഈ സീനിയർ വന്നോ എന്നെ ഹീറോയിനെ വീട് ചേഞ്ച് ചെയ്യുന്നു. അതെ, അർജുനായിരുന്നു. ഹായ് ബ്യൂട്ടി, എന്താ ചെയ്യുക? ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നുണ്ട്, എനിക്ക് അതെന്ന് പറയുന്നു. അവിടുന്ന് പ്രിയ ഓട്ടോ ഓടിപ്പോയിരുന്നു. ഇവൻ ലവ് പ്രോപ്പസ് ചെയ്യുന്ന കാണുമ്പോൾ ഞാനിവിടുന്ന് ഓടിപ്പോയിരുന്നു. അങ്ങനെ അവിടുന്ന് ചുറ്റാൻ്റെ ഒറ്റ ഒരു പറഞ്ഞ് ഓടിപ്പോഞ്ഞ്. അവൻ തിരിഞ്ഞോക്ക്, ഇവിടുന്ന് എവിടെ പോയി എന്ന് അവൾക്ക് കൺഫ്യൂസ് ആയിരുന്നു. അങ്ങനെയായിട്ട് പ്രിയ രക്ഷപ്പെട്ടു. എന്താ നടു കഴിച്ചിട്ട് ഹീറോയുടെ ഫ്രണ്ട്
പൂജ നോക്കായിരുന്നു. ഇല്ലടി മച്ച, അവൻ വീണ്ടും വന്ന്. ഞാൻ പറഞ്ഞിട്ടില്ലേ നിനക്കെന്നടി അവൻ്റെ പ്രശ്നം, അവൻ കാണാൻ handsome എടി എനിക്ക് അവൻ ഇഷ്ടമില്ല, നിനക്കറിയില്ലേ. ശരി ശരി. അതുകൊണ്ട് ഹീറോയിൻ ഇങ്ങനെ ജോലിയായിട്ട് എൻജോയ് ചെയ്തായിരുന്നു. നമ്മൾ ഷുഗർ പറഞ്ഞ ഇങ്ങനെ ബിസിനസ് ട്രിപ്പ് പറഞ്ഞിട്ട് ഷുഗർക്ക് ഇന്ത്യയിൽ ഒരു പ്ലേസ് ഷുഗർ മേങ്ങിയായിരുന്നു. ഷുഗർക്ക് ഇന്ത്യക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഷുഗർ ഇന്ത്യക്ക് വന്നായിരുന്നു. ഫ്രണ്ടും കൂടെ ഒരു പ്ലേസിൽ ബിൽഡിംഗ് കെട്ടിയുണ്ടായിരുന്നു ഷുഗർ. അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അവളൊരു ബിൽഡിംഗ് ഷുഗർ സ്വന്തം ഒരു ബിൽഡിംഗ് കെട്ടിയുണ്ടായിരുന്നു ഷുഗർ. അതിനായിട്ട് ഷുഗർ അവിടേക്ക് വരാൻ പോകുന്നു. ബിൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞായിരുന്നു. ഏതോ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. അത് ഷുഗറിൻ്റെ ഒരു കമ്പനിയായിരുന്നു സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഹീറോയ്ക്ക് അറിയില്ലായിരുന്നു. പാവം ഹീറോയിൻ. അതിനായിട്ട് ഷുഗർ വരാൻ പോകുന്നു. ഷുഗർ ബിസിനസ് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് അങ്ങനെ ഇന്ത്യക്ക് വരാൻ പോകുന്നു. അവിടെ നിന്ന് സെറ്റിൽ ആകാൻ പോകുന്നു ഷുഗർ ഫ്രണ്ടിനോട് പറഞ്ഞു. ഷുഗർ ഫ്രണ്ട് ഷോക്കായിരുന്നു. മച്ചാ നീ അവിടെ വെച്ചിട്ട് എന്താടാ പറഞ്ഞ. ഇല്ലടാ എനിക്കെല്ലാം അവിടെ ഓർമ്മ വരടാ, അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് പോവാം, ബിസിനസ് വേണ്ടി ഞാൻ അവിടെ പോവാം, എൻ്റെ കമ്പനി എൻ്റെ ചേട്ടൻ നോക്കൂ എന്ന് ഷുഗർ പറയായിരുന്നു. ശരിടാ എന്ന് പറയായിരുന്നു. ഷുഗറിൻ്റെ ചേട്ടൻ പറഞ്ഞാൽ ഷുഗറിൻ്റെ ചേട്ടനാണ് ബിസിനസ് നോക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ ഷുഗറിൻ്റെ കമ്പനി പറഞ്ഞാൽ അതിൽ ഷുഗറിൻ്റെ ചേട്ടനാണ് നോക്കുന്നത് പറഞ്ഞത് ഷുഗർ. അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു എന്താടാ എനിക്ക് കമ്പനി ഇല്ല ചേട്ടാ അത് നോക്കിക്കോ. ഷുഗറിൻ്റെ ചേട്ടനും കമ്പനിയാണ് പറഞ്ഞ ഷുഗറിൻ്റെ സ്വന്തം കമ്പനിയാണായിരുന്നു ചേട്ടൻ നോക്കുന്നു പറഞ്ഞായിരുന്നു. ഷുഗർ ചേട്ടൻ ഫാഷൻ ഡിസൈനർ പഠിച്ചിട്ടുണ്ട്. അതിൽ ഫാഷന് അത് ഫുള്ള് ഷുഗറിൻ്റെ ചേട്ടനാണ് നോക്കുന്ന പണി. ഷുഗറിൻ്റെ ചേട്ടൻ എളുപ്പമായി എന്നിടായി നാളേക്ക് പോകുന്നതെന്ന് പറയുന്നത്. ഇല്ല ചേട്ടാ ഞാൻ ഇത് നോക്കിക്കോ, പിന്നെ വേറെ പ്രശ്നമുണ്ടോ എന്നെ കോൾ ചെയ്ത് പറയണം എന്ന് പറയുന്നു. ഷുഗർ ചേട്ടാ ഓക്കേടാ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഷുഗർ ചേട്ടക്ക് ഷുഗറിൻ്റെ അച്ഛൻ പറയായിരുന്നു ഈ കമ്പനി നോക്കടാ, വീട്ടിൽ മുണ്ടാതിരുന്നാവോ, വേറെ കമ്പനി ജോലി ചെയ്യാൻ പോകുന്നു. ഷുഗർ പറഞ്ഞില്ലേ ശരി ചേട്ടാ ശരി അച്ഛാ എന്ന് പറയായിരുന്നു ഷുഗറിൻ്റെ ഡാഡിന് പറഞ്ഞു കേട്ടിട്ട്. ശരി അച്ഛാ എന്ന് ഷുഗറിൻ്റെ ചേട്ടൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഷുഗർ വന്നിട്ട് സെറ്റിലായിരുന്നു. അത് സ്വന്തം ഒരു വീടും കെട്ടിയായിരുന്നു. ഷുഗർ വന്ന് സെറ്റിലായിരുന്നു. ഇത് ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. പാവ ഹീറോയിൻ മനസ്സുള്ള ഷുഗർ എന്ന പാട്ട് പാടി എടുക്കായിരുന്നു. അങ്ങനെ ഷുഗറിൻ്റെ ബേബിക്ക് ഒരു ദിവസം അസുഖമായി. അതെ, അതുകൊണ്ട് പേര് വേദന പറഞ്ഞ് കരയാൻ തുടങ്ങിയാണ്. ഷുഗർ ടെൻഷനായിരുന്നു. ശരി ബാ നമ്മൾ പോവാം എന്ന് പറയാൻ വിയ കൊച്ച് പറയാൻ ഡാഡി എനിക്ക് വേദനിക്കുന്നു വാടാ എന്നെ ഹോസ്പിറ്റലിൽ വിളിച്ചോണ്ട് പോയിരുന്നു. ഷുഗർ വിളിച്ചോണ്ട് വന്നായിരുന്നു. അതിൽ ഡോക്ടർ അവിടെ ആരുമില്ല. അങ്ങനെ ഷുഗറിനോട് പറഞ്ഞു ഒരു മിനിറ്റ് ഡോക്ടർ